ഓം പരാശക്തിയേ നമഃ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ആദിപരാശക്തിയുടെ കേശാദിപാത വർണ്ണന 150 ശ്ലോകം 786 നാമപദം. മാർത്താണ്ഡ ഭൈരവാരാധ്യ. മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവി. ശ്രീചക്രത്തിൽ ദേവോപാസകനായി വർത്തിക്കുന്ന ഭക്തനാണ് മാർത്താണ്ഡ ഭൈരവൻ. അതുപോലെ തന്നെ മഹാരാഷ്ട്രത്തിൽ ശിവന്റെ അവതാരത്തിനും മാർത്താണ്ഡ ഭൈരവൻ എന്നാണ് പേര്. 787 മന്ത്രിണീന്യസ്ത രാജ്യധുരേ. മന്ത്രിണീ ദേവിയിൽ രാജ്യഭാരം ഏൽപ്പിച്ചിരിക്കുന്ന ദേവി. നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ദേവിയുടെ ശക്തിസേനാ ദേവതമാരിൽ പ്രധാനിയാണ് മന്ത്രിണീ ദേവി. മന്ത്രാർത്ഥത്തിൽ മനസ്സു മുഴുവൻ ഏകാഗ്രമാക്കി ധ്യാനിക്കുന്നത് കൊണ്ട് ആ ദേവതയുമായി ഐക്യമുണ്ടാവും എന്നും അർത്ഥം. 788 ത്രിപുരേശി. ത്രിപുരേശ്വരിയാണ് ദേവി. ശ്രീചക്രത്തിൽ സർവശാപ പരിപൂരക ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരേശി. 789 ജയത് സേന. ശത്രുക്കളെ ജയിക്കുന്ന സേനയോടുകൂടിയവളാണ് ദേവി. 790 നിസ്ത്രൈഗുണ്യ. ത്രിഗുണാതീതയാണ് ദേവി. 791 പരാപര. പരയും അപരയുമാണ് ദേവി. ഇത് രണ്ടും ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളാണ്. ഒന്ന് ഉപാധിരഹിതവും മറ്റത് ഉപാധികളോട് കൂടിയതും. രണ്ടും ദേവി തന്നെ. വിദ്യ 2 വിധമുണ്ട്, പരാവിദ്യയും അപരാവിദ്യയും. പര എന്നാൽ ശ്രേഷ്ഠമായതും വേദങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം അപരാവിദ്യയാണ്. ശാശ്വതമായ ബ്രഹ്മജ്ഞാനത്തിനാണ് പരാവിദ്യ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ദേവിയുടെ സ്വരൂപങ്ങളുമാണ്. 792 സത്യജ്ഞാനാനന്ദ രൂപ. സത്യം, ജ്ഞാനം, ആനന്ദം ഇവയുടെ എല്ലാം സ്വരൂപമാണ് ദേവി. 793 സാമരസ്യപരായണ. ശിവശക്തിയുടെ സ്വഭാവം സമരസമായിരിക്കുന്ന ആ പരാവസ്ഥയാണ് ദേവി. 794 കബർദിനി. ശിവപത്നിയാണ് ദേവി. കബർദം എന്നാൽ ശിവന്റെ ജടയുടെ പേരാണ്. അതുകൊണ്ടാണ് ശിവന് കബർദി എന്ന പേരുണ്ടായത്. അപ്പോൾ ദേവി കബർദിയുടെ പത്നിയാണ്. 795 കലാമാല. കലകളിൽ മാലയായിരിക്കുന്ന ദേവി. 796 കാമധു. ഭക്തന്മാർക്ക് കാമധേനുവാണ് ദേവി. എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു നൽകുന്ന ദിവ്യ പശുവാണല്ലോ കാമധേനു. 797 കാമരൂപിണി. ദേവി കാമസ്വരൂപിണിയാണ്. പരമേശ്വരൻ്റെ ഇച്ഛയുടെ രൂപത്തിലുള്ള ദേവിയാണ്. ആ ഇച്ഛ മൂലമാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതും. 798 കലാനിധി. കലകളുടെ നിധിയാണ് ദേവി. 799 കാവ്യകല. കാവ്യകലയാണ് ദേവി. കാവ്യങ്ങൾ രചിക്കുവാനുള്ള പ്രചോദനം നമുക്ക് നൽകുന്നത് ദേവിയാണ്. 800 രസജ്ഞ. രസമറിയുന്ന ദേവി. നവരസങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 801 രസശേവധി. രസനിധിയാണ് ദേവി. ബ്രഹ്മാമൃതമാണ് രസം, അതിൻ്റെ കലവറയാണ് ദേവി. 802 പുഷ്ട. പുഷ്ടിയുള്ള ദേവി. 803 പുരാതന. പുരാതനയാണ് ദേവി. 804 പൂജ്യ. പൂജനീയാണ് ദേവി. 805 പുഷ്കര. പുഷ്കരയാണ് ദേവി. പുഷ്കര എന്നാൽ താമര എന്നാണ് അർത്ഥം. പുഷ്കര തീർത്ഥത്തിലെ ദേവതയ്ക്കും പുഷ്കര എന്ന് തന്നെയാണ് പേര്. 806 പുഷ്കരേക്ഷണ. താമരപ്പൂവ് പോലെ മനോഹരമായ നേത്രങ്ങളുള്ള ദേവി. 807 പരം ജ്യോതി. പരമപ്രകാശമാണ് ദേവി. എല്ലാ ജ്യോതിസ്സുകളുടെയും ജ്യോതിസാണ് ദേവി. 808 പരംധാമ. പരമനിവാസ സ്ഥാനമാണ് ദേവി. 809 പരമാണു. ഏറ്റവും ചെറിയ അണുവാണ് ദേവി. 810 പരാത്പര. പരമമായവയേക്കാളും പരമശ്രേഷ്ഠയാണ് ദേവി.
811 പാശഹസ്ത, കയ്യിൽ പാശം അഥവാ കയർ ധരിച്ചിരിക്കുന്നവളാണ് ദേവി. 812 പാശഹന്ത്രി, എല്ലാ ബന്ധനങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവി. ആശാപാശങ്ങളെയും അവിദ്യയെയും നശിപ്പിച്ച് നമുക്ക് ദേവി മുക്തി നൽകുന്നു. 813 പരമന്ത്ര വിഭേദിനി, ശത്രുപ്രണീതമായ ക്ഷുദ്രവൃത്തികളെ നശിപ്പിക്കുന്നവളാണ് ദേവി. അഭിചാരം, ദുർമന്ത്രപ്രയോഗം എന്നിവയിൽ നിന്നെല്ലാം ദേവി നമ്മെ കാത്തുരക്ഷിക്കുന്നു. 814 മൂത്ത, വ്യക്തമായ രൂപമുള്ളവളാണ് ദേവി. 815 അമൂർത്ത, വ്യക്തമായ രൂപമില്ലാത്തവളാണ് ദേവി. 816 അനിത്യതൃപ്ത, അനിത്യമായ വസ്തുക്കളിൽ തൃപ്തിപ്പെടുന്നവളാണ് ദേവി. അതായത് നാം ദേവിക്ക് മുൻപിൽ ഭക്തിയോടെ സമർപ്പിക്കുന്ന പുഷ്പം, കുങ്കുമം, പഴം, വസ്ത്രം, ചന്ദനം എന്നിങ്ങനെ അനിത്യമായ ഏതു വസ്തുവും ഭക്തി കൊണ്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ദേവി അതിൽ സംതൃപ്തയാണ്. 817 മുനിമാനസ ഹംസിക, മഹർഷിമാരുടെ മാനസ സരസ്സിലെ ഹംസമാണ്, അരയന്നപ്പിടയാണ് ദേവി. 818 സത്യവ്രത, ദേവി സത്യവ്രതയാണ്, സത്യസ്വരൂപനാണ് ഈശ്വരൻ. സത്യനിഷ്ഠ കൊണ്ട് മാത്രമേ ഈ കലികാലത്ത് ഈശ്വര ദർശനം സാധിക്കുകയുള്ളൂ. 819 സത്യരൂപ, ദേവി സത്യസ്വരൂപിണിയാണ്. 820 സർവാന്തര്യാമിനി, എല്ലാവരുടെയും അന്തഃകരണത്തിൽ വസിക്കുന്നവളാണ് ദേവി. 821 സതി, പതിവ്രതയാണ് ദേവി. ദേവി ജന്മത്തിൽ ദക്ഷപുത്രിയായ സതീദേവിയായിരുന്നുവല്ലോ. 822 ബ്രഹ്മാണി, ബ്രഹ്മാവിന് ജീവൻ കൊടുത്തവളാണ് ദേവി. ബ്രഹ്മാവിൻ്റെ ശക്തിയായ ദേവത എന്നും അർത്ഥം. 823 ബ്രഹ്മണി, ബ്രഹ്മം ആയ ദേവി. 824 ജനനി, പ്രപഞ്ചമാതാവാണ് ദേവി. 825 ബഹുരൂപ, അനന്തരൂപങ്ങളാണ്. 826 ബുധാർച്ചിത, ബുദ്ധന്മാരാൽ ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. 827 പ്രസവിത്രി, ഈ പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തവളാണ് ദേവി. 828 പ്രചണ്ഡ, ക്രോധമാണ് ദേവി. ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ, വായു, അഗ്നി എന്നീ ശക്തികൾ നിയമാനുസൃതം പ്രവർത്തിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. 829 ആജ്ഞ, ആജ്ഞാസ്വരൂപിണിയാണ് ദേവി. 830 പ്രതിഷ്ഠ, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ് ദേവി. 831 പ്രകടാകൃതി, എല്ലാവരും കാണുന്ന അനുഭവിക്കുന്ന ആ ആകൃതിയിൽ രൂപത്തിലുള്ളവളാണ് ദേവി. 832 പ്രാണേശ്വരി, ഇന്ദ്രിയങ്ങളുടെ അധീശ്വരിയാണ് ദേവി. 833 പ്രാണദാത്രി, എല്ലാ ജീവികൾക്കും ജീവൻ, പ്രാണൻ നൽകുന്നവളാണ് ദേവി. 834 പഞ്ചാശത് പീഠരൂപിണി, പഞ്ചാശത് 50 എന്നാണ് നാമത്തിൽ പറയുന്നത്. 51 പീഠങ്ങളാണ് ദേവിക്ക് ഉള്ളത്. അക്ഷരമാലയിലെ 51 അക്ഷരങ്ങൾക്കും സമാനമായാണ് ഈ 51 പീഠങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. 835 വിശൃംഖല, വിലങ്ങുകളില്ലാത്തവളായ ദേവി. അതായത് കർമ്മബന്ധം, കാര്യകാരണ ബന്ധമോ ഒന്നുമേ ദേവിക്ക് ഇല്ല. 836 വിവിക്തസ്ഥ, വിവിക്തം എന്നാൽ ഏകാന്തവും പവിത്രവുമായ സ്ഥാനമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ദേവി. 837 വീരമാത, വീരന്മാരുടെ അമ്മയാണ് ദേവി. ഗണേശൻ്റെ അമ്മ എന്നും അർത്ഥമുണ്ട്. 838 വിയത്പ്രസു, ആകാശത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ദേവി. 839 മുകുന്ദ, മുക്തി നൽകുന്നവളാണ് ദേവി. 840
മുക്തിനിലയ, മോക്ഷസ്ഥാനമാണ് ദേവി. 841 മൂലവിഗ്രഹരൂപിണി, എല്ലാ ശക്തികൾക്കും ആധാരമാണ് ദേവി. രാജരാജേശ്വരിയെയാണ് മൂലവിഗ്രഹം എന്ന് പറയുന്നത്. 842 ഭാവജ്ഞ, എല്ലാ ഭാവങ്ങളെയും സങ്കല്പിക്കുകയും അറിയുകയും ചെയ്യുന്ന ദേവി. 843 ഭവരോഗഗ്നി, ഈ സംസാരമാകുന്ന മഹാരോഗത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി. സംസാരം എന്നാൽ അവിദ്യ മൂലം വന്നു ചേർന്ന രോഗമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ജ്ഞാനാമൃതം നൽകിയാണ് ദേവി ഈ രോഗത്തെ ശമിപ്പിക്കുന്നത്. 844 ഭവചക്ര പ്രവൃത്തിനി, സംസാരചക്രം പ്രവർത്തിപ്പിക്കുന്ന ദേവി. 845 ഛന്ദസാര, ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളുടെ അഥവാ വേദങ്ങളുടെ സാരമാണ് ദേവി. 846 ശാസ്ത്രസാര, ശാസ്ത്രങ്ങളുടെ സാരമാണ് ദേവി. 847 മന്ത്രസാര, എല്ലാ മന്ത്രങ്ങളുടെയും സാരമാണ് ദേവി. 848 തലോദരി, വളരെ കൃശവും സമവുമായ ഉദരമുള്ള ദേവി. 849 ഉദാരകീർത്തി, സത്കീർത്തിയോടുകൂടിയ ദേവി. 850 ഉദ്ദാമ വൈഭവ, അതിശ്രേഷ്ഠമായ വൈഭവത്തോടു കൂടിയ ദേവി. 851 വർണ്ണരൂപിണി, വർണ്ണങ്ങളുടെ അഥവാ അക്ഷരങ്ങളുടെ സ്വരൂപമായ ദേവി. 852 ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി, ജനനം മരണം ജര വാർദ്ധക്യം എന്നിവയാൽ തപ്തമായ ദുഃഖമനുഭവിക്കുന്നവരായ ജനങ്ങൾക്ക് വിശ്രാന്തി ശാന്തി നൽകുന്ന ദേവി. 853 സർവോപനിഷദുത്കൃഷ്ട, എല്ലാ ഉപനിഷത്തുക്കളാലും ഉത്കൃഷ്ട, വിളംബരം ചെയ്യപ്പെടുന്ന ദേവി. 854 ശാന്ത്യതീത കലാത്മിക, ശാന്ത്യതീതം എന്ന കലയാകുന്ന ദേവി. ശൈവാഗമപ്രകാരമുള്ള ആകാശത്തിൻ്റെ കലയാണ് ശാന്ത്യതീതം. ദ്വന്ദ്ഭേദം നശിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്ന അവസ്ഥയുമാണ്. 805 ഗംഭീര, ആഴമുള്ളവളാണ് ദേവി. 856 ഗഗനാന്തസ്ഥ, ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. 857 ഗർവിത, ഗർവുള്ളവളാണ് ദേവി. 858 ഗാനലോലുപ, സംഗീതപ്രിയയാണ് ദേവി. 859 കൽപ്പനാരഹിത, വാസനാജന്യങ്ങളായ സങ്കല്പങ്ങളൊന്നുമേ ഇല്ലാത്തവളാണ് ദേവി. 860 കാഷ്ട, വേദാന്ത പ്രണീതമായ പരമലക്ഷ്യമാണ് ദേവി. 861 അകാന്ത, ദുഃഖവും പാപവും എല്ലാം അകറ്റുന്നവളാണ് ദേവി. 862 കാന്താർത്ഥ വിഗ്രഹ, ഭർത്താവിൻ്റെ പാതി ശരീരമായിരിക്കുന്നവളാണ്, അർദ്ധനാരീശ്വരയാണ് ദേവി. 863 കാര്യകാരണ നിർമുക്ത, കാര്യകാരണങ്ങളിൽ നിന്നും സ്വതന്ത്രയാണ് ദേവി. 864 കാമകേളി തരംഗിത, പരമശിവനുമായുള്ള കാമകേളിയിൽ അഥവാ ക്രീഡയിൽ ഉല്ലാസപുളകിതയാണ് ദേവി. 865 കനൽ കനക താടങ്ക, മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ കുണ്ഡലങ്ങളോടുകൂടിയ ദേവി. 866 ലീലാവിഗ്രഹധാരിണി, ലീലയ്ക്ക് വേണ്ടി മാത്രം ശരീരമെടുത്തിരിക്കുന്ന ദേവി. ദേവിയുടെ ആ ഒരു ലീലയാണ്, ക്രീഡാരംഗമാണ് ഈ പ്രപഞ്ചം. അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിച്ചു തീർക്കാനാവാത്ത വിധത്തിൽ ദേവി നാമരൂപ വർണ്ണന തുടർന്നു കൊണ്ടിരിക്കുന്നു.